സ്വയം പ്രഖ്യാപിത ഗ്രാൻഡ് മുഫ്തി പദവി, ഭരണഘടനാ വിരുദ്ധതയും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല, മറിച്ച് ഭരണഘടനാപരമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇവിടെ വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഭരണഘടനാവിരുദ്ധമായ പദവികൾ സ്വയം ചാർത്തിക്കൊടുക്കാനോ സമാന്തര അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാനോ അവകാശമില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന പ്രയോഗം കേവലമൊരു വിശേഷണമല്ല, മറിച്ച് അത് രാജ്യത്തിന്റെ മൗലികമായ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. 1. ആർട്ടിക്കിൾ 18 പദവികളുടെ നിരോധനം, അബൊലിഷൻ ഓഫ് ടൈറ്റിൽസ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 18 പ്രകാരം സൈനികമോ അക്കാഡമിക്കായതോ അല്ലാത്ത ഒരു പദവിയും ടൈറ്റിൽ ഭരണകൂടം നൽകുന്നില്ല. പൗരന്മാർ ഇത്തരം പദവികൾ സ്വീകരിക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അനുമതിയില്ലാതെ ഇത്തരം വിശേഷണങ്ങൾ സ്വീകരിക്കുന്നത് നിയമപരമായി തെറ്റായിരിക്കെ ഒരു വ്യക്തി സ്വന്തം അണികളെക്കൊണ്ട് ഇത്തരമൊരു പദവി പ്രഖ്യാപിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണ്. 2. സമാന്തര ജുഡീഷ്യറി എന്ന അപകടം. ഗ്രാൻഡ് മുഫ്തി എന്ന പദവിക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ തിയോക്രാറ്റിക് സ്റ്റേറ്റ്സ് വലിയ നിയമസാധുതയുണ്ട്. അവിടെ അവർ പുറപ്പെടുവിക്കുന്ന ഫത്വകൾ രാജ്യത്തെ നിയമമായി പരിഗണിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നീതിന്യായ നിർവഹണം നടത്തുന്നത് സ്വതന്ത്ര കോടതികളാണ്. സമാന്തര ഭരണകൂടം. ഒരു വ്യക്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പരമാധികാരി താനാണെന്ന തെറ്റായ സന്ദേശമാണ് വിദേശ രാജ്യങ്ങളിലും ആഭ്യന്തരമായും നൽകുന്നത്. നിയമപരമായ അസ്ഥിരത. ഇത് രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് സമാന്തരമായി ഒരു മതനിയമവ്യവസ്ഥ ഉണ്ടെന്ന പ്രതീതി സൃഷ്ടിക്കുന്നു. ഇത് മതേതരത്വത്തിന് ഭീഷണിയാണ്. 3. മതേതരത്വവും സെക്യുലറിസം, ബഹുസ്വരതയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയമ്പിൾ അനുസരിച്ച് രാജ്യം ഒരു സെക്യുലർ റിപ്പബ്ലിക്കാണ്. ഇവിടെ ഒരു മതവിഭാഗത്തിനും ഔദ്യോഗികമായി ഒരു ദേശീയ തലവൻ, നാഷണൽ ഹെഡ് ഇല്ല. വിവിധ മുസ്ലിം സംഘടനകളും പണ്ഡിത സഭകളും നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഒരു സംഘടനയിലെ നേതാവ് മാത്രം രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രതിനിധിയായി ചമയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇത്തരം പ്രയോഗങ്ങൾ തീവ്ര വർഗീയ ശക്തികൾക്ക് മുസ്ലിങ്ങൾ ഇവിടെ സമാന്തര മതരാഷ്ട്രം ഉണ്ടാക്കുന്നു എന്ന് പ്രചരിപ്പിക്കാനുള്ള ആയുധമായി മാറുന്നു. 4. പാരമ്പര്യത്തോടുള്ള നിഷേധം. ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിലോ പാരമ്പര്യത്തിലോ ഇല്ലാത്ത ഇത്തരം അറബുവൽക്കരിക്കപ്പെട്ട പദവികൾ കടമെടുക്കുന്നത് സമുദായത്തിനുള്ളിലെ ഐക്യത്തെ തകർക്കാനേ ഉപകരിക്കൂ. പണ്ഡിതസഭകൾക്കിടയിലുള്ള അഭിപ്രായവ്യത്യാസങ്ങളെ മാനിക്കാതെ ഏകപക്ഷീയമായി ഇത്തരം പദവികൾ എടുത്തണിയുന്നത് ധാർമ്മികമായും തെറ്റാണ്. ഭരണഘടനയും ഗ്രാൻഡ് മുഫ്തി പ്രയോഗവും. നിയമപരമായ ഒരു വിശകലനം. ഇന്ത്യൻ ജനാധിപത്യം വിഭാവനം ചെയ്യുന്നത് നിയമത്തിനു മുന്നിലുള്ള സമത്വമാണ്. അവിടെ വ്യക്തികൾക്ക് മുകളിലല്ല, ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാവരും. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന പദവി കേവലം ഒരു മതപരമായ വിശേഷണമെന്നതിലുപരി ഭരണഘടനാ വിരുദ്ധമായ ഒരു അധികാര പ്രയോഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. 1. പദവികളുടെ നിരോധനവും സുപ്രീം കോടതി നിരീക്ഷണവും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 പ്രകാരം പാരമ്പര്യ പദവികളും ടൈറ്റിൽസ് അക്കാഡമിക് സൈനിക പദവികൾ അല്ലാത്തവയും നിരോധിച്ചിട്ടുള്ളതാണ്. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995 കേസിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ജനാധിപത്യ രാജ്യത്ത് ഇത്തരം പദവികൾ വ്യക്തികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതും അത് പൗരന്മാരുടെ തുല്യതയെ ബാധിക്കുന്നതുമാണെന്നാണ്. സ്വയം ഒരു പദവി പ്രഖ്യാപിക്കുന്നതും അത് ഔദ്യോഗിക രേഖകളിലും വിദേശയാത്രകളിലും ഉപയോഗിക്കുന്നതും ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതാണ്. 2. സമാന്തര നീതിന്യായ വ്യവസ്ഥയുടെ അപകടം. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഗ്രാൻഡ് മുഫ്തി എന്നാൽ അവിടുത്തെ പരമോന്നത നീതിന്യായ അതോറിറ്റിയാണ്. ഇന്ത്യയിൽ ഫത്വകൾക്ക് നിയമസാധുതയില്ലെന്ന് സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശ്വലോചൻ മദൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014 കേസിൽ സുപ്രീം കോടതി വിധിപ്രകാരം ഇന്ത്യയിൽ വ്യക്തിനിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ കോടതികളുണ്ട്. അവിടെ സമാന്തരമായി ഫത്വകൾ പുറപ്പെടുവിക്കാനോ ശിക്ഷ വിധിക്കാനോ ഒരു വ്യക്തിക്കും അവകാശമില്ല. ഒരു വ്യക്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന പദവി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം രാജ്യത്തെ മുസ്ലിങ്ങളുടെ നിയമപരമായ മേധാവിയാണെന്ന ലീഗൽ ഹെഡ് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ ജുഡീഷ്യറി ദുർബലപ്പെടുത്തുന്ന നീക്കമാണ്. 3. മതേതരത്വവും മതരാഷ്ട്രവാദവും. ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സെക്കുലർ എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഭരണകൂടത്തിന് ഔദ്യോഗിക മതമില്ലെന്നും എല്ലാ പൗരന്മാരും തുല്യരാണെന്നുമാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായി ഒരു നാഷണൽ ഹെഡ് ഉണ്ടെന്ന് വരുത്തിത്തീർക്കുന്നത് മതേതരത്വത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതാണ്. ഇത് രാജ്യത്തെ മതസൗഹാർദ്ദത്തെ തകർക്കാനും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് മുസ്ലിങ്ങൾ സമാന്തര ഭരണം നടത്തുന്നു എന്ന് ആരോപിക്കാനും അവസരം നൽകുന്നു. 4. സമുദായത്തിനുള്ളിലെ ബഹുസ്വരതയുടെ നിഷേധം. ഇന്ത്യൻ മുസ്ലിം സമുദായം എന്നത് അങ്ങേയറ്റം വൈവിധ്യമാർന്നതാണ്. ഒട്ടേറെ പണ്ഡിതസഭകളും ചിന്താധാരകളും ഇവിടെ നിലനിൽക്കുന്നു. ഒരു ചെറിയ വിഭാഗം അണികൾ ഒത്തുചേർന്ന് ഒരാളെ ദേശീയ തലവനായി പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യവിരുദ്ധമാണ്.
ഇത് മറ്റ് പണ്ഡിതസഭകളെയും സംഘടനകളെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ ഇത് സമുദായത്തിനുള്ളിലെ അധികാര കേന്ദ്രീകരണത്തിനുള്ള സെൻട്രലൈസേഷൻ ഓഫ് പവർ ഒരു കുറുക്കുവഴി മാത്രമാണ്. നയതന്ത്ര വെല്ലുവിളികളും ഗ്രാൻഡ് മുഫ്തി പ്രയോഗവും ഇന്ത്യൻ ഭരണഘടനയെയും ആഭ്യന്തര നിയമങ്ങളെയും വെല്ലുവിളിക്കുന്നതിനോടൊപ്പം തന്നെ വിദേശരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിലും ഇത്തരമൊരു സ്വയം പ്രഖ്യാപിത പദവി ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. 1. വിദേശരാജ്യങ്ങളിലെ തെറ്റായ പ്രാതിനിധ്യം. അറബ് രാജ്യങ്ങളിൽ ഗ്രാൻഡ് മുഫ്തി എന്നത് ഗവൺമെന്റ് നേരിട്ട് നിയമിക്കുന്ന ഔദ്യോഗിക പദവിയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിദേശവേദികളിൽ ഈ പേരിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏക ഔദ്യോഗിക വക്താവ് താനാണെന്ന തെറ്റായ ധാരണ വിദേശ ഭരണകൂടങ്ങൾക്ക് നൽകുന്നു. ഇത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അധികാരപരിധിയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തെ സമുദായത്തിന് മതപരമായ വിദേശകാര്യ പ്രതിനിധി എന്ന സങ്കല്പം ഭരണഘടനയിലില്ല. 2. നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ. വിദേശരാജ്യങ്ങളിൽ ഒപ്പിടുന്ന കരാറുകളിലോ പ്രഖ്യാപനങ്ങളിലോ ഇത്തരമൊരു പദവി ഉപയോഗിക്കുന്നത് ഭാവിയിൽ നിയമപരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാം. ഇന്ത്യ അംഗീകരിക്കാത്ത ഒരു പദവി ഉപയോഗിച്ച് വിദേശരാജ്യങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് ഗൗരവകരമായ കുറ്റമാണ്. മറ്റ് രാജ്യങ്ങളിലെ ഗ്രാൻഡ് മുഫ്തിമാർ ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ. വ്യക്തികൾ ഈ അവകാശം കവർന്നെടുക്കുന്നത് ഡിപ്ലോമാറ്റിക് മിസ്റെപ്രസന്റേഷനായി കണക്കാക്കാം. 3. വർഗീയ ധ്രുവീകരണത്തിനുള്ള ഇന്ധനം. ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഈ ഗ്രാൻഡ് മുഫ്തി പ്രയോഗത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സമാന്തര ഭരണകൂടം സ്ഥാപിക്കുന്നു എന്ന അവരുടെ പ്രചാരണത്തിന് ഇത്തരം പ്രയോഗങ്ങൾ ബലം നൽകുന്നു. ഇത് സാധാരണക്കാരായ മുസ്ലിങ്ങളെ സംശയനിഴലിലാക്കാനും രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കാനും മാത്രമേ ഉപകരിക്കൂ. ഉപസംഹാരം. ഒരു ജനാധിപത്യ രാജ്യത്ത് അധികാരം ജനങ്ങളിൽ നിന്നും ഭരണഘടനയിൽ നിന്നുമാണ് വരുന്നത്. ഒരു വ്യക്തി ഒരു ഓഫീസിനുള്ളിൽ വെച്ച് തന്റെ അനുയായികൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുന്ന പദവിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ യാതൊരു വിലയുമില്ല. ഇത്തരം വിദേശ മാതൃകയിലുള്ള മതപദവികൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മുറിവേൽപ്പിക്കുന്നതാണ്. ഇന്ത്യ ഭരിക്കപ്പെടുന്നത് ഭരണഘടനയാലാണ്, അല്ലാതെ വ്യക്തികൾ സ്വയം ചാർത്തിക്കൊടുക്കുന്ന പദവികളാലല്ല. ഗ്രാൻഡ് മുഫ്തി എന്ന പ്രയോഗം ഉപേക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. ഇത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനമില്ലായ്മയാണ് പ്രകടമാക്കുന്നത്. ജനാധിപത്യ വിശ്വാസികൾ ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഈ നടപടി താഴെ പറയുന്ന 3 തലങ്ങളിൽ അപകടകരമാണ്. 1. ഭരണഘടനാപരം. ആർട്ടിക്കിൾ 18ന്റെ നഗ്നമായ ലംഘനം. 2. നിയമപരം. സമാന്തര ജുഡീഷ്യറി ഉണ്ടെന്ന തെറ്റായ പ്രതീതി. 3. നയതന്ത്രപരം. വിദേശരാജ്യങ്ങളിൽ ഇന്ത്യയെ തെറ്റായി പ്രതിനിധീകരിക്കൽ. ഇന്ത്യൻ മണ്ണിൽ പൗരന്മാർ തുല്യരാണ്. ഇവിടെ പദവികൾ നൽകുന്നത് ഭരണഘടനയാണ്, അല്ലാതെ അണികളല്ല. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ മതേതര സമൂഹം ജാഗ്രത പാലിക്കണം.